വന്ദേമാതരം പാടണോ എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന വി.ഡി. സതീശന് ഇപ്പോഴും ഒരു നിശ്ചയം വന്നിട്ടില്ല. ഈ സുരേഷിൻ്റെയൊക്കെ ഒരു ഗതികേട് നോക്കിക്കോണേ. വന്ദേമാതരം പാടുന്നതിനകത്ത് സംസ്ഥാന സർക്കാരിന് സൂര്യോദയം വന്നിട്ടുണ്ട്. അത് ഇന്ന് 15-ാം തീയതി കാണാം. എൻ്റെ പൊന്നു സുരേഷ് ഭായി, കേരളം ഭരിക്കുന്നത് പാണക്കാട്ട് തങ്ങളല്ല. സുരേഷ് ഭായി, കേരളം ഭരിക്കുന്നത് പാണക്കാട് തങ്ങളല്ല, വി.ഡി. സതീശനാണ്. പക്ഷേ പാണക്കാട് തങ്ങളും പാർട്ടിയും അതിനകത്തൊരു ഘടകമാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാണക്കാട് തങ്ങളുടെ പാർട്ടി. അതിന് എന്താ മനസ്സിലാവത്തില്ലേ? ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിൽ നിലനിൽക്കുന്ന നിയമം ശരീഅത്ത് നിയമവുമല്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, ആണെന്നാരാണ്ട് പറഞ്ഞോ? ശരീഅത്ത് നിയമമല്ല, ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു നിയമമുണ്ട്, അതാണ്. അത് അല്ലല്ലോ നിങ്ങൾ അനുസരിച്ച് പോകുന്നത്. ആദ്യം നിങ്ങൾ, അതായത് നിങ്ങളുടെ പാർട്ടി BJP അതേമാതിരി പോകാൻ നോക്ക്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചല്ലല്ലോ എൻ്റെ പൊന്ന് സുരേഷ് ഭായി നിങ്ങൾ പോകുന്നത് മുന്നോട്ട്. അല്ലാതെ പാണക്കാട്ടെ തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ സ്ഥാനം രാജിവെച്ച് പാണക്കാട്ടന്റെ അടിമപ്പണി ചെയ്യുന്നതായിരിക്കും. സുരേഷ് ഭായി, പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ 16,000 ആൾക്കാർ അവിടെ പോകുന്നുണ്ട്. അനുഗ്രഹം വാങ്ങാനും അവരുടെ പ്രാർത്ഥന കേൾക്കാനും. അത് സംസ്ഥാന മുഖ്യമന്ത്രിമാരും പോകുന്നുണ്ട്, സംസ്ഥാന മന്ത്രിസഭയിൽ അംഗങ്ങളും പോകുന്നുണ്ട്, പല MLA-മാരും പോകുന്നുണ്ട്, നിങ്ങളുടെ പാർട്ടിപ്പെട്ട ആൾക്കാരും പോകുന്നുണ്ട്. ആദ്യം ജനങ്ങൾക്ക് വല്ല നന്മ ചെയ്ത് ജീവിക്കാൻ നോക്ക് എൻ്റെ സുരേഷ് ഭായി. ചുമ്മാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് നോക്കി മൈക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വായിക്കൂടെ വിളിച്ച് പറയാതെ ആ വിഷം ഒന്ന് മാറ്റി വെയ്യും. പാവം പിടിച്ച് എത്രയോ ജനങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഉള്ളവരുമുണ്ട്. നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഉള്ള ഒരുപാട് ദരിദ്രരായ ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ നോക്കും. മാറാ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എന്തെങ്കിലും നന്മ ചെയ്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ നോക്ക്. ചുമ്മാതെ മൈക്കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് വിളിച്ച് പറയാതെ. സുരേഷ് ഭായി, നമോഭാഗം.